പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി മാറുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിറ്റാണ്ടുകളായുള്ള ഇടതുപക്ഷ കൂട്ടുകെട്ട് ഉപേക്ഷിച്ച കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും പാർട്ടി നേരിടുന്ന തകർച്ചയും മുൻനിർത്തിയാണ് ഹൈക്കമാൻഡ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. ബംഗാളിലെ പാർട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ AICC നിയോഗിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ BK ഹരിപ്രസാദ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇടതു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്നത് സംബന്ധിച്ച ഇതുവരെ ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നത് ഈ നീക്കത്തിന് ആക്കം കൂട്ടുന്നു. പതിറ്റാണ്ടുകളായി CPM-നും മറ്റ് ഇടതു പാർട്ടികൾക്കുമൊപ്പം ചേർന്ന് മത്സരിക്കുന്നത് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന്റെ വ്യക്തിത്വം തന്നെ ഇല്ലാതാക്കി എന്നാണ് സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. സഖ്യത്തിന്റെ ഭാഗമായി മാറുമ്പോൾ പല ശക്തമായ മണ്ഡലങ്ങളും വിട്ടു നൽകേണ്ടി വരുന്നത് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള അടിത്തറ ഇളക്കിയെന്നും പ്രവർത്തകർ പരാതിപ്പെടുന്നു. നിലവിൽ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയം തൃണമൂൽ കോൺഗ്രസും BJP-യും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഇതിനിടയിൽ സ്വന്തം അസ്തിത്വം വീണ്ടെടുക്കണമെങ്കിൽ സഖ്യങ്ങളില്ലാതെ ജനവിധി തേടണമെന്നാണ് യുവ നേതാക്കളുടെ പക്ഷം. ഒറ്റയ്ക്ക് മത്സരിക്കുക വഴി സംസ്ഥാനത്തുടനീളം പാർട്ടിയുടെ സംഘടനാ സംവിധാനം പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കോൺഗ്രസ് ഇന്ന് സെക്യുലർ ഫണ്ട് സഖ്യം ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. സംയുക്ത മോർച്ച രൂപീകരിച്ച് മത്സരിച്ചിട്ടും കേവലം ഒരു സീറ്റിൽ മാത്രമാണ് സഖ്യത്തിന് വിജയിക്കാനായത്. കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിൽ സംപൂജ്യരായത് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുന്നു. സഖ്യ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് വളരാൻ കഴിയില്ലെന്നും കാലങ്ങളായി മത്സരിക്കാത്ത മേഖലകളിൽ പാർട്ടി സംവിധാനം പൂർണ്ണമായി നശിച്ചുവെന്നും ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ വെറുമൊരു മത്സരമായി കാണാതെ പാർട്ടി അടിത്തറ കെട്ടിപ്പടുക്കാനുള്ള അവസരമായി കാണണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസും മുഖ്യ പ്രതിപക്ഷമായ BJP-യും ഇതിനകം തന്നെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. മമതാ ബാനർജി സംസ്ഥാനത്തുടനീളം റാലികൾ സംഘടിപ്പിക്കുമ്പോൾ കേന്ദ്ര നേതാക്കളെ ഇറക്കി ഭരണം പിടിക്കാനാണ് BJP-യുടെ നീക്കം. ഈ രണ്ട് ശക്തികൾക്കുമിടയിൽ ഒരു മൂന്നാം ബദലായി സ്വയം ഉയർത്തിക്കാട്ടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ദേശീയ തലത്തിൽ BJP-ക്കെതിരായ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും ബംഗാളിൽ തൃണമൂലുമായി കൈകോർക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യമില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതിക്കും അക്രമത്തിനുമെതിരെ പോരാടിക്കൊണ്ട് മാത്രമേ ബംഗാളിൽ കോൺഗ്രസിന് നിലനിൽപ്പുള്ളൂ എന്ന PCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ കരുതുന്നു. BK ഹരിപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി വരും ദിവസങ്ങളിൽ മണ്ഡലം തിരിച്ചുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കും. ഏതെല്ലാം സീറ്റുകൾ കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുണ്ടെന്നും എവിടെയൊക്കെ പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണമെന്നും കമ്മിറ്റി പരിശോധിക്കുന്നുണ്ട്. ഇടതുപക്ഷവുമായുള്ള സഖ്യം ഉപേക്ഷിച്ചാൽ മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകുമോ എന്ന ആശങ്കയും ഒരു വിഭാഗത്തിനുണ്ട്. എന്നാൽ ഇന്ത്യൻ സെക്യുലർ ഫണ്ട് പോലുള്ള പാർട്ടികൾ സ്വന്തം നിലയിൽ ശക്തി തെളിയിക്കുന്നത് കോൺഗ്രസിന് വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിൽ മതേതര വോട്ടുകൾ ഏകീകരിക്കാൻ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ലതെന്നാണ് വാദം. കേരളത്തിലെ ഇടതുപക്ഷവുമായി നേർക്കുനേർ പോരാടുന്ന കോൺഗ്രസ് ബംഗാളിൽ അവരുമായി കൈകോർക്കുന്നത് ദേശീയ തലത്തിൽ BJP ആയുധമാക്കുന്നുണ്ട്. ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിലൂടെ പാർട്ടിയുടെ നയപരമായ വ്യക്തത ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുമെന്ന് നേതൃത്വം കരുതുന്നു. ബംഗാളിലെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ സംബന്ധിച്ച അന്തിമ തീരുമാനം അടുത്തയാഴ്ച ദില്ലിയിൽ ചേരുന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ ഉണ്ടാകും. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തും. തൊഴിലില്ലായ്മ, അഴിമതി, ക്രമസമാധാന നില തകരുന്നത് തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചായിരിക്കും കോൺഗ്രസ് ജനങ്ങളെ സമീപിക്കുക. തൃണമൂലും BJP-യും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുമ്പോൾ വികസനവും സമാധാനവും ഉയർത്തിക്കാട്ടാനാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നത്. സഖ്യമില്ലാതെ മത്സരിക്കുമ്പോൾ വോട്ട് വിഹിതത്തിൽ വർധനമുണ്ടാകുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. മുൻപ് കോൺഗ്രസ് കോട്ടകളായിരുന്ന മാൾട്ട, മുർഷിദാബാദ് തുടങ്ങിയ ജില്ലകളിൽ സ്വാധീനം തിരിച്ചുപിടിക്കാൻ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ബംഗാൾ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിർണായകമാകും. അതിനാൽ ഓരോ ചുവടും അതീവ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വെക്കുന്നത്. സംസ്ഥാന നേതാക്കളുടെ വികാരം മാനിക്കാതെ മുന്നോട്ട് പോകുന്നത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമുണ്ട്. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഇതിനകം തന്നെ കോൺഗ്രസിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. BJP-യെ സഹായിക്കാനാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതെന്നാണ് അവരുടെ ആരോപണം. എന്നാൽ തങ്ങളുടെ പോരാട്ടം BJP-ക്കും തൃണമൂലിനെതിരെയാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ BK ഹരിപ്രസാദ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഒരു പുതിയ നിരയെ അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ബംഗാളിലെ കോൺഗ്രസിന്റെ ഈ ഏകാംഗ പോരാട്ടം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുകയാണ്. സഖ്യ രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞുവെന്നും സ്വന്തം കരുത്തിൽ പോരാടുകയാണ് വേണ്ടതെന്നുമുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. വരും ദിവസങ്ങളിൽ ബംഗാൾ രാഷ്ട്രീയം കൂടുതൽ ചൂട് പിടിക്കുമെന്ന് ഉറപ്പാണ്.